കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി. പണ്ട് കാലത്ത് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്ന രീതിയെപ്പറ്റി പറയുകയാണ്. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞവര അരി അടുപ്പിലിട്ട് വേവിച്ച് മൺകലത്തിലിട്ട് വേവിച്ച് അത് വെന്ത് പരുവാകുമ്പോൾ കുറുന്തോട്ടി, ശതാവരി, രാമച്ചം, അങ്ങനെ തൊടിയിൽ കിട്ടുന്ന പച്ചമരുന്നുകൾ എല്ലാം ഗുണമുള്ളതാണ്. തൊട്ടാവാടി എല്ലാം സമൂലം ചതച്ച് പിഴിഞ്ഞ് ആ വേവുന്ന കഞ്ഞിക്കകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വാങ്ങും. വെന്ത് കുറുകി വരുമ്പോൾ വാങ്ങുക. രുചിക്ക് വേണ്ടി ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് ചുവന്ന ഉള്ളി വഴട്ടി അതിനകത്തിടുക. വാങ്ങി വെച്ച് ചെറിയ ചൂടോടെ എല്ലാവരും കഴിക്കും. എല്ലാവരും കഴിക്കേണ്ട ഒരു കാര്യമാണ് കർക്കിടകത്തിലെ ഈ ഔഷധക്കഞ്ഞി. പൊതുവേ ശരീരത്തിന് നല്ല ഉന്മേഷവും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നടുവിന് വേദന, കൈകാൽ കഴപ്പ്, മറ്റ് അസുഖങ്ങൾക്കും പനി വരത്തില്ല, എല്ലാത്തിനും പറ്റിയ ഒരു ഔഷധക്കഞ്ഞിയാണത്. എല്ലാവരും വൈകിട്ട് ഇത് 3-4 സ്പൂൺ കഴിച്ചിട്ട് കിടക്കുന്നത് വളരെ ആരോഗ്യദായകമാണ്. ഇപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് വരാനുള്ള പാടും ബുദ്ധിമുട്ടും ഒക്കെ കാരണം എല്ലാ പൊടിവകകളും നമുക്ക് കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് മേടിച്ചും കഞ്ഞി വെച്ച് കുടിക്കുന്നവരുണ്ട്. അതും നല്ലതാണ്. ഇപ്പോഴും പക്ഷേ എല്ലാവരും കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി വെച്ച് കുടിച്ചാൽ അത് വളരെ നല്ലതാണ്.